നമസ്കാരം, സച്ച് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവൽ വീഡിയോ അല്ല ചെയ്യുന്നത്, ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് റിവ്യൂ അല്ല ചെയ്യുന്നത്, ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ പ്ലാനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പൺ ഗാർഡനിൽ എന്ത് കുക്കിംഗ് എന്നുള്ളത്. സോ മൈ പ്ലാൻ ഈസ് ടു ഒരു മീൻ ചുടാനുള്ള പ്ലാനിലാണ് നമ്മുടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെമ്പല്ലി. അപ്പോൾ ഇവനെ നമ്മളങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അജ്മാനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അനീസ് എന്താണ് പുള്ളിയുടെ പേരെന്തായിരുന്നു? ബാവക്കയുടെ കടയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ മീനാണത്. ഏകദേശം ഒരു 6-7 കിലോ ഉള്ള ഒരു മീനാണ്, ഫ്രീ കിട്ടിയതാണ്. ബാവക്കയുടെ കടയിൽ നിന്ന് ഭയങ്കര ചീപ്പാണ് മീൻ എല്ലാം. 29 ഷോപ്പ്. അനീസിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും ബാവക്കയുടെ അടുത്ത് പോയി ചോദിക്കാം. ഡിസ്കൗണ്ട് ഫ്രീ തരില്ല, ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മീൻ ചൂടാനാണ് നമ്മുടെ പ്ലാൻ. ഒരു ഡിഫറെൻറ്റ് രീതിയിൽ, ഒരു അറബിക് സ്റ്റൈലിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് മീൻ, കേരള സ്റ്റൈലും ഓരോ സ്റ്റൈലും. അപ്പോൾ നമുക്കൊരു അറബിക് വേർഷനിൽ ഇവനങ്ങ് തിന്നാനുള്ള പരിപാടി നോക്കാം. എല്ലാവരും ഉണ്ട്, ചിക്കുവും അമ്മയൊക്കെ വരും, കുറച്ച് കഴിയുമ്പോൾ അവരും എത്തും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെഷനിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മീന് വേണ്ടതെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഇതുള്ളത്. ഇത് വെറും ലെമൺ ജ്യൂസാണ്, ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കട്ട, വെറും ലെമൺ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഓഫ് കോഴ്സ് ഉപ്പ്, പഞ്ചസാര, ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ ഭയങ്കര തിക്കായിട്ട്, അതായത് വേവിച്ചിട്ട് അരച്ച സാധനമാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പെപ്പറിൻ്റെ പൊടി, ഓഫ് കോഴ്സ് വിനിഗർ. എല്ലാവരും പറയും ഏറ്റവും നല്ലത് ലെമണാണ്. ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അരച്ചതാണ്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് കുപ്പി പണ്ട് ഉണ്ടായിരുന്ന സാധനമാണ്, വീട്ടിൽ നിന്ന് അരച്ച സാധനമാണിത്. ഇതിനെ നമ്മൾ പരിചയപ്പെടുത്തിയ മരുന്നുപോയി. ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അനീസ് എന്നാണ് പേര്. അനീസ് റഹ്മാൻ ഫ്രം കൊച്ചി അല്ലേ. അപ്പോൾ അനീസിനെ പരിചയപ്പെടുത്താം, ഓരോരോ വീഡിയോയിൽ ഓരോ ആൾക്കാരുകളെ പരിചയപ്പെടുത്താം. അപ്പോൾ അമ്മയും ചിക്കും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ മസാല റെഡിയാക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം മസാല റെഡിയാക്കണമെങ്കിൽ നമുക്ക് പാത്രം വേണം. അപ്പോൾ നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്, കാരണം വലിയ മീനല്ലേ, അത്രയും പേസ്റ്റ് നമ്മളതിലേക്ക് ഇട്ടു. ഇത്രയും പേസ്റ്റ് ഇട്ടു. പേസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്ലക്കി ഇടുക. അങ്ങനെ പ്ലക്കി ഇട്ട് കഴിയുമ്പോൾ കൈയുടെ കളർക്ക് ഏകദേശം ഇതാവും. ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ലെമൺ പിഴിയണത്. പിഴിഞ്ഞോളൂ. ഞങ്ങളെല്ലാം കൈയൊക്കെ കഴുകിയിട്ടാട്ടോ, നല്ലോണം വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകിയിട്ടുണ്ട്. നാരങ്ങ ഒഴിച്ചാൽ കഴുകിയേക്കണത്. ഒരു 2 ലെമൺ നമ്മൾ പിഴിയുന്നുള്ളൂ. ലെമൺ എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഉപ്പൊക്കെ കിട്ടും, ഒരു പുളിപ്പും, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലെമൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ തക്കാളി ഇട്ടാൽ പോലും നമുക്കൊരു നമ്മുടെ സ്റ്റൈലല്ല, ഇതൊരു അറബിക് സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറബിക് സ്റ്റൈൽ, മലയാളീസ് വേർഷൻ എന്നൊക്കെ പറയാം അല്ലേ അനീസ്? അപ്പോൾ ഇതിൽ മറ്റൊരു ഇതായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഷുഗർ ഇടുന്നുണ്ട്. വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഒരു കൈയുടെ അത്രയും ഷുഗർ നമ്മൾ ഇടും. അപ്പോൾ ഒരു കുറച്ചും കൂടി ഇടാം. അപ്പോൾ ഷുഗർ ഇട്ട് കഴിയുമ്പോൾ ഒരു സ്വീറ്റ്നെസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നമ്മളത് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് തുറക്കൂ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അരപ്പ് നല്ലോണം പിടിക്കണം, എന്നാലാണ് ആ മീൻ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫുള്ള് കടിച്ചിട്ടാണ് നമ്മൾ ഊരുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. ഫുള്ള് ഉപ്പാണ് നമ്മളിടുന്നത്. ഉപ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഇടണ്ടേന്നുള്ളത്. അനീസ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ അനീസ്. ബീഫ് ഫ്രൈ ഒക്കെ അനീസിന് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കമ്മിങ് വീഡിയോസിൽ അനീസിൻ്റെ വക ഒരു ബീഫ് ചെയ്യാം അല്ലേ അനീസ്? അനീസ് നാൻ വന്നു അനീസിന്. ഉപ്പ് മതി നമുക്ക്. ഇങ്ങനെ പെരട്ടി പുഴുക. എന്നിട്ട് നമ്മൾ അടുത്തത് ഗാർലിക് പേസ്റ്റ് ഇടാം. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മുട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വേദന എടുക്കും. നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് ഗാർലിക് പേസ്റ്റ് ഇട്ടോളൂ. മുഴുവൻ ഇട്ടില്ല, മതി. നമ്മൾ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇതിനെ അങ്ങനെ പെരട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു രസം ഫീൽ ചെയ്യും. നമ്മൾ പെരട്ടുക, കൈയിട്ട് തന്നെ പെരട്ടണം കേട്ടോ. പിന്നെ സ്പൂണൊക്കെ ഇട്ട് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ മലയാളികൾക്ക് ഒരു സുഖം കിട്ടില്ല മസാലയൊക്കെ പറ്റിയാൽ. ഇതൊന്നും തുറക്കാൻ തുള്ളി കൂടി തുറന്നു.
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്തുകൊണ്ടും ഓഫ് കോഴ്സ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എല്ലാത്തിനും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, അതായത് മസാലകളിൽ നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല പെപ്പർ അല്ലാതെ. അപ്പോൾ പെപ്പർ ഇപ്പോൾ എടുക്കും. പെപ്പർ നന്നായിട്ട് ഇടാം. പെപ്പർ ഉണ്ട്, അതൊക്കെ ഒരു പിടി പെപ്പർ, വീണ്ടും ഒരു പിടി കൂടി പെപ്പർ. അപ്പോൾ ആ കാറ്റ് വീശി അനീസിൻ്റെ കണ്ണിൽ പോയിട്ടുണ്ട്. അനീസ് മനസ്സിൽ പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ കേൾക്കാം നമുക്ക്. വേണ്ട നോക്കി ആ ഒരു കളർ നോക്കി, ഇങ്ങനെ തന്നെ അത് വേണേൽ ചൂടാക്കി തിന്നാം, അത്ര ടേസ്റ്റ് ആവും. നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ബാച്ചിലേഴ്സൊക്കെ എസ്പെഷ്യലി ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ഫാമിലി ചെയ്യേണ്ടതല്ല, ബാച്ചിലേഴ്സ് ഇങ്ങനെ പോകുമ്പോഴൊക്കെ. ഈ മസാല നമുക്ക് ചിക്കനിലും പരട്ടാം, പക്ഷെ ഫിഷിനാണ് കുറച്ചും കൂടി അതൊരു ഇത് കിട്ടുള്ളൂ. ഇനി നമുക്ക് എല്ലാ മസാലാസും ആയപ്പോൾ ഞാൻ ആ ഒരു ലീഫ് കൊണ്ടുവന്നിട്ടില്ലേ, നമ്മളിവിടെ ഒരു ലീഫ് എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ അറബിക് ലീഫും മല്ലിയിലയും തക്കാളിയും സവാള എല്ലാം കൂടി ഉള്ള അതും കൂടി നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും മീനിന്. അത് വേണ്ടിയിട്ടാണ്. പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ നമ്മൾ ഇടുന്നില്ല. ഇതെല്ലാം കൂടി നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക. അനീസെ ഇതിൻ്റെ ഉപ്പ് ഇത്തിരി നോക്കി അനീസെ, കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് അനീസ് പറയണത്. അപ്പോൾ നമുക്ക് ഇടാം. ഇത് കുളമായി കഴിഞ്ഞാൽ അനീസിനെ മോന്തയ്ക്ക് അടിക്കാം നമുക്ക്, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയും കൂടി ഉപ്പിട്ടു. ഉപ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മലയാളികൾക്ക് ഉപ്പിടേണ്ട കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇട്ട് നല്ലോണം പുരട്ടി ഈ മസാല അങ്ങനെ പുരട്ടിക്കൊണ്ടേയിരിക്കുക. നോക്കിയാൽ മസാലയുടെ കളർ നോക്കി. ഓ, ഇത് നമ്മുടെ ചാളയിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചാളയ്ക്ക് മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, എല്ലാം വേണം. അപ്പോൾ ഇത് അറബിക് മീനാണ് നമ്മൾ ചൂടാൻ പോകുന്നത്. അറബിക് ഗ്രില്ലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബോർഡുകളൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഒരു ബോൾ വന്ന് നമ്മുടെ തലക്കടിച്ച് താഴെ കിടക്കാം. പക്ഷേ അതല്ല, ഇതിങ്ങനെ പുരട്ടി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇവരെ നമ്മളെ മീനിലേക്ക് പുരട്ടും. ഓ, ഓക്കെ. സ്പൈസി കുറച്ചും കൂടി ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അല്ലേ. പക്ഷേ ഈ കുരുമുളകിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുരുമുളക് ഒരു പ്രശ്നക്കാരനല്ല. കുരുമുളക് കഴിക്കും തോറും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് പറയുന്നത്. പുറകിൽ ഫുട്ബോൾ നടക്കുന്നത് മാത്രമാണ് ഒരേ ഒരു ടെൻഷൻ. അടിച്ചിങ്ങനെ പട്ടേന്നങ്ങനെ താഴേക്ക് പോയാലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെ ആ മീനിലേക്ക് ഒട്ടിച്ചു കൊടുക്കും അല്ലേ അനീസ്? അപ്പം എന്നിട്ട് നമ്മളൊരു 1 മണിക്കൂർ വയ്ക്കും. അപ്പോഴേക്കും നമ്മൾ കനലിടും. അപ്പോഴേക്കും ചിക്കു എത്തും, അമ്മ എത്തും, എൻ്റെ കസിൻ ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, റഫ്ന എത്തും, എല്ലാവരും എത്തും. അപ്പോഴൊക്കെ നമുക്ക് മസാലയൊക്കെ പുരട്ടി അവിടെ ഞെട്ടിച്ചോളാം. എനിക്കങ്ങനെ ഞെട്ടിച്ച് കൊന്നളേ ഞാൻ. ഇതാണ് നമ്മുടെ ചെമ്പല്ലി. ഒരു 7-8 കിലോ വരും. വീണ്ടും പറയുന്നു, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ അനീസിൻ്റെ ഫ്രണ്ട് എന്താ പേര്, ബാവപ്പ തന്നതാണ്. അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് 29-ാം നമ്പറിൽ പോയിട്ട് അനീസിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങൾ ഫ്രീ ആയിട്ട് മേടിച്ചാൽ പുള്ളി മേടിച്ചില്ല കാശ്. ഇതേ വന്ന് ബോള് കണ്ട, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ബോള്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇടിച്ചതാണ്. അല്ല, അവിടെ നിങ്ങൾ അറബിച്ചക്കന്മാർ ഇട്ടതാണേ. അപ്പോൾ നമ്മുടെ മസാല ഞങ്ങളൊരു 15 മിനിറ്റ് എടുത്തു വെച്ചു. അനീസെ ഒലിവ് ഓയിലും എടുക്കൂ. നമ്മൾ ഇപ്പോഴാണ് ഒലിവ് ഓയിൽ പറ്റണം. ആദ്യമേ നമ്മൾ ഒലിവ് ഓയിൽ ഇട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മസാലയുടെ കൂടെ ഒലിവ് ഓയിൽ ആകെ ഒരു ഇതായി പോവും. ഈച്ചയുടെ ശല്യം ഓഫ് കോഴ്സ് പാർക്കാണ്, അത് ഉണ്ടാവും. അപ്പോൾ ഈച്ച ഒരു പ്രശ്നമാണ്. എങ്കിൽ പോലും നമ്മൾ മസാല വെട്ടി പെട്ടിനുള്ളിലേക്ക് തന്നെ നമ്മളാക്കും. മസാല വെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു അനീസ് കടിക്കാത്ത ഒരു പരിപാടി, ഒരു സാധനം ഇതുവരെ തുറന്നിട്ടില്ല. ഫ്രൂട്ടിയുടെ വെട്ടി വരെ കടിച്ചു തുറന്ന ആളാണ്. 1 മണിക്കൂറോളം നമുക്ക്. അപ്പോൾ അതെ, അപ്പോൾ ഒലിവ് ഓയിൽ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. ഒലിവ് ഓയിൽ ഏത് ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് ഒഴിക്കുക. എന്തിനാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഒലിവ് ഓയിൽ? ഒലിവ് ഓയിൽ ഇട്ട് കഴിയുമ്പോൾ എണ്ണ നല്ലോണം അങ്ങോട്ട് മൊരിഞ്ഞോളും അല്ലേ. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ അങ്ങനെ പെരട്ടി മതി അനീസെ. ഒലിവ് ഓയിലും കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായി മസാല. രസമായി എന്ന് പറഞ്ഞ മസാലയായി. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇനി നമ്മൾ പെരട്ടാൻ പോവുകയാണ്. അനീസെ ചടകൂടെ എഴുന്നേറ്റ് മലയാളി പുലിയാട. ഈ മലയാളിക്ക് എന്താട അത് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളതങ്ങോട്ട് പെരട്ടുക. അനീസെ എല്ലാ ഗ്യാപ്പിലും ഒരു കയറണം കേട്ടോ. എനിക്ക് തലയൊന്നും വച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഭംഗിയും ഒരു ഫാക്ടറാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലേ? അതെ തീർച്ചയായും. അതെ. അപ്പോൾ നമ്മൾ ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ അങ്ങനെ പെരട്ടി കൊടുക്കുകയാണ്. ആ
കൈ കൊണ്ടു. നല്ല മുള്ളുള്ള മീനാണ്, ഫ്രഷ് മീനാണ്. രാവിലെ ഞങ്ങൾ ഏകദേശം എത്ര മണിക്ക് നമ്മൾ പോയി പിടുത്ത നീച്ച 5:30 ആ സമയത്ത് പോയി പിടുത്ത മീനാണ്. അപ്പോൾ കണ്ണൊക്കെ ഉണ്ട്. കണ്ണൊക്കെ എനിക്ക് പ്രശ്നമാണ്, പക്ഷെ കണ്ണൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. എൻ്റെ കസിൻ ലക്ഷ്മിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മസാല ഫുള്ള് ഇവൻ തട്ടിക്കളഞ്ഞ് ഇന്നത്തെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നിൽക്കേണ്ടതെന്ന് തന്നെ. ഒന്ന് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് വീണ്ടും മസാല നമുക്ക് ഒന്നും കൂടി മറിക്കണം. ഇല പിടിച്ചിട്ടുണ്ട്. അവനെ ഇനി ഇങ്ങനെ എടുത്തിട്ട് മറ്റേ ചാന്ത് കുത്തുക കേട്ടിട്ടുണ്ട് നിങ്ങൾ? പട്ട ഇങ്ങനെ ചാന്ത അങ്ങോട്ട് കുത്തുക. ഈ മസാല നമുക്ക് പറഞ്ഞു തന്ന ആരാന്നറിയോ? എൻ്റെ ചേട്ടനാണ്, അബുദാബിയിലുള്ള എൻ്റെ ചേട്ടൻ. അപ്പോൾ ഈ കൊറോണയൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഇതിൽ പുള്ളി ഉണ്ടായേനെ. അതെ, അനീസ് നല്ല സൂപ്പറായിട്ടാണ് മസാല പറ്റണത്. ഇതിന് ഉള്ളിലേക്ക് കയറ്റേണ്ടത് നിങ്ങൾ ഓഫ് കോഴ്സ് ശ്രദ്ധിക്കണം. കാരണം ഉള്ളിലാണ് ആ മസാലയ്ക്ക് അതിൻ്റെ ഒരു രുചി വരുള്ളൂ. എനിക്ക് ഈ കണ്ണ് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എടുത്തിട്ടൊക്കെ വീണ്ടും ഇട്ടു. നല്ല നോക്കി ഉള്ളിലൊക്കെ ഇങ്ങനെ പെറ്റിട്ടുണ്ട്. നല്ല പരട്ടി ഉള്ളിലേക്കൊക്കെ കയറി. അനീസെ വീണ്ടും മറിക്കാം. ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട്, നീ ഇല പിടിച്ചോ. നല്ല ഹെവിയാ മീൻ. 3 പ്രാവശ്യം ഇങ്ങനത്തെ മീനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയ എഫക്റ്റാണ്. നമ്മുടെ മസാല കറക്റ്റായിട്ട് നമുക്ക് തികഞ്ഞിട്ടുണ്ട്. അത് തന്നെ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂർ വയ്ക്കും. 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ നമ്മൾ വയ്ക്കും. എന്നിട്ട് നമുക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യാം. നമ്മുടെ പ്രണവ് അവിടെ എത്തിയിട്ടുണ്ട്. പ്രണവ് ഭയങ്കര ദേഷ്യത്തിലാണെന്ന്, വിശക്കുണ്ട് പ്രണവിന്. അതുകൊണ്ടാണ് നമ്മുടെ കനൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മീനെ അങ്ങോട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ മീൻ എടുക്കാൻ പോവുകയാണ്. മീനെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കണം മീൻ അല്ലേ? മീനിന് സന്തോഷം ഉണ്ടായിരിക്കണം, നമുക്ക് സന്തോഷിക്കണം. ആരോ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനെടുത്ത് അങ്ങോട്ട് തട്ടാം. വാ നോക്കി മീനങ്ങനെ എടുത്ത് ഇവനെങ്ങനെ പൊക്കി. കാരണമേ ചൂടാണ്, നല്ലോണം കൈ പൊള്ളും. മീനെങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവനെങ്ങനെ തട്ടി. ആ ഒച്ചേട്ടാ, ആ ഒച്ച എവിടെ നിന്ന് വീഴുന്നത്? മ്യൂസിക്കല്ല ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെന്ന് താഴേക്ക് എത്തണം. ഇനി നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ ഒരു പൊട്ടണ ഒച്ചേട്ടാ, നമ്മുടെ ഒലിവ് ഓയിൽ അങ്ങനെ ഇറങ്ങണതിൻ്റെ ഒച്ചയാണ്. ഇവനെ നമ്മളങ്ങനെ ഒരു പേടിച്ച് പീച്ച് കൂട്ടിയിട്ട് നമ്മളൊരു തീറ്റ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ. കനലെല്ലാം അങ്ങനെ കിടന്ന് തിളക്കട്ടെ. മീൻ അങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുക. ഒരു മീനിങ്ങനെ കിടന്ന് പൊട്ടണ വെച്ച് നമ്മൾ കേൾക്കണേ. അരണവും പിളവൊക്കെ കൂടെ കിടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡുമൊക്കെ തൊട്ട ഒട്ടുക്കത്തെ ചൂടാണ്, കൈ പൊള്ളി കഴിഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. നല്ല രസമായിട്ട് അങ്ങനെ ഇതുണ്ട്. മറ്റേ ജഗതി പറഞ്ഞ രസമായി എന്ന് പറഞ്ഞ ഫീലിലാണ് മീനെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവരെ മറിച്ചിടും. ഇവരെ മറിച്ചിടാനാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനും നമ്മൾ കടന്നു വരും. കാരണം നമുക്ക് ഇവരെ ഇങ്ങനെ പിടിച്ച് മറിച്ചിടണം. ഫസ്റ്റ് മറി പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഈ ലെയർ നമുക്ക് പ്രശ്നമില്ല. നെക്സ്റ്റ് ലെയർ നമ്മൾ പെടും. നമുക്ക് പെടാം, പ്രശ്നമില്ല. ഇതിൻ്റെ ഈ വാലിൻ്റെ അറ്റത്തേക്ക് എത്തുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വാല് മാത്രം ഇങ്ങോട്ട് സൈഡിലേക്ക് ഇടും. കല്ല് നല്ല ചൂട് അവിടെയൊക്കെ വെച്ചാണ്ടല്ലോ. ഒച്ച കേൾക്കുന്നില്ലേ നിങ്ങൾ? അത് ഇതിൻ്റെ ഓരോ പൊട്ടിത്തെറിക്കണതിൻ്റെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇവരുടെ പ്രശ്നം ഈ പാവം ചെമ്പലിക്ക് 2 പല്ലുണ്ട്. ഇത് പറിക്കാനാണ് എൻ്റെ പ്രണവിൻ്റെ ഉദ്ദേശം അല്ലേ? കണ്ട പ്രണവ്, ഈ മീൻ ഇഷ്ടമായ? എന്താ ഇഷ്ടമായത്? റെഡാ? പ്രണവിന് ഇഷ്ടമായ? എന്താ വേണ്ടേ പ്രണവിന്? ഏത് പീസാണ് വേണ്ടേ? ഈ പീസ്. പ്രണവിനോ? പ്രണവിന് കണ്ണാണ് വേണ്ടത്. അർണവിന് പിന്നെ വാല്. അപ്പൊ പ്രണവിന് വാല്, അർണവിന് വയറ്, അച്ഛന് വായ. അപ്പൊ ഞങ്ങൾ വായ തിന്നും. ലക്ഷ്മിയൊക്കെ ഇങ്ങനെ കൊതിയിടുന്നുണ്ട്. നമുക്ക് നോക്കാം. ബാക്കിയുള്ള മസാലയൊക്കെ നമ്മളിങ്ങനെ കുത്തി കയറ്റുകയാണ്. ഈ കുത്തി കയറ്റണമെന്ന് വെച്ചാൽ നമ്മളുണ്ട് ഈ മാങ്ങാപ്പറി ചെറിക്കുത്ത് കേട്ടിട്ടുണ്ടാകും നമ്മൾ. അപ്പോൾ മാങ്ങാപ്പരി മസാല എടുക്കുക, ഇങ്ങനെ കുത്തുക, കുത്ത് മാങ്ങാപ്പരി മസാല എടുക്കുക,
തടികുത്ത ചെളികുത്ത് അല്ലേ? അങ്ങനെ 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 പറഞ്ഞ മാങ്ങമറി ചെളികുത്ത്. ലക്ഷ്മിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമല്ലേ ലക്ഷ്മി? ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ണ് ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യല്. നമ്മുടെ മീൻ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ കരിഞ്ഞ പോലെ തോന്നണതാണ്, കരിഞ്ഞതല്ല. നല്ല മസാല നല്ലോണം പിടിച്ചേക്കണ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കി ഭയങ്കര രസമുണ്ട്. ഞാൻ ഇവിടെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് കഴിച്ചു. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വേണ്ട അത് ഞെക്കണ വഴി ഇറങ്ങി പോവുക. അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് മീൻ. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് കൊണ്ട് നോക്കും. കനൽ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട്. വേണ്ട ഓ ബാക്കി എല്ലാവരും പറയട്ടെ. എനിക്കിഷ്ടപ്പെടും, ഓഫ് കോഴ്സ് ഞാൻ ഉണ്ടാക്കിയതല്ലേ. ബാക്കി എല്ലാവരും നോക്കട്ടെ. നമുക്ക് ഈ സൈഡൊക്കെയാണ് പിടിക്കാനുള്ളത്. നമുക്കിപ്പോൾ ഉള്ളിലേക്ക് നമുക്കൊന്നും കൂടി നേരെ നിർത്താൻ ഒരു വഴിയില്ല. നമുക്ക് നിർത്താനുള്ള പരിപാടി നമുക്ക് നോക്കാം. പക്ഷേ ഇതിപ്പോൾ ഈ സൈഡ് ആയിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. അവിടുത്തെ ചൂടിൽ ഇവിടുത്തെ വാല് വരെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെ വരെ എത്തുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയ ഡെക്കറേഷൻ കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മീനിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ ഇഷ്ടവും അഭിപ്രായം കൊണ്ട് നിങ്ങളോട് ഞങ്ങൾ പറയിക്കാം. പെട്ടെന്ന് വെന്തു. ഇത് ഇത്ര പേരുന്ന് വേണ്ടുന്നത് അറിയില്ല. അതുകൊണ്ടോ സൂപ്പർ. അപ്പോൾ നമ്മുടെ മീനോട് എത്തിക്കഴിഞ്ഞു. മീൻ എത്തിയ വഴി ഈച്ചകളും പുറകെയുണ്ട്. ഇതേ ലക്ഷ്മിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. റെഫിന് എത്തിക്കഴിഞ്ഞു. പ്രണവിങ്ങനെ എടുത്തു. അച്ഛനിങ്ങനെ എടുക്കുകയാണ്. ഒരു മീനിങ്ങനെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ പൊളിച്ച് ഇത്തിരി ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ പുരട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവര് കഴിച്ചോട്ടെ. അർണവിന് വായി കൊടുക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അർണവിന് ഇഷ്ടമായി. മുളക് കൂടി കൂട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പറക്കി എടുത്തത് ഇങ്ങനെ പറക്കി എടുത്തിട്ട് ഇത്തിരി ഹാമൂസ് ഇങ്ങനെ പുരട്ടി, ഇത്തിരി ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ പുരട്ടി നോക്കി. കൂടി മുളക് കൂടി നല്ല സൂപ്പറായിട്ട് കേട്ടോ. എങ്ങനെയുണ്ട് പ്രണവ്? അവിടെ പറ. കൊള്ളില്ല? പ്രണവിന് ഇഷ്ടമായിട്ടില്ല? സൂപ്പറാണ് ഗൈസ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അമേസിംഗ് ആണ്. റഫ്ന എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പുറത്ത് പോയി അത് ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തിനാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ? ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പം കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഫേസ്ബുക്കിൽ പോവുക. ഫേസ്ബുക്കിൽ പോകുമ്പം അവിടെയും സച്ച് വ്ളോഗ്സ് ഉണ്ട്. സച്ച് വ്ളോഗ്സിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് വരും. ഇവിടുന്ന് ചിക്കു മിക്സിംഗ് ആണ്, പക്ഷേ ചിക്കു അടുത്ത വീഡിയോസിൽ ഉണ്ടാവും. ബൈ ഗൈസ്, ലവ് യു ഗൈസ്. ഇത് സൂപ്പറാണ്.